മദ്യം വിഷമാണ്. കുടിക്കാൻ വലിയ വിഷമമില്ലെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കരൾ പോകും, കുടുംബം പോകും, പിന്നെ പോലീസും പിടിക്കും. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ പള്ളി വികാരിയാണ്. ഒരു ഞായറാഴ്ച കുർബാനയ്ക്കിടെ ഞങ്ങളുടെ പള്ളി വികാരി റവറന്റ് ഫാദർ ജെയിംസ് ആനക്കാട്ടിൽ മദ്യപാനത്തിലെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വികാരത്തിനായി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ആരും തന്നെ ആ പണിക്ക് പോയിട്ടില്ല. അതെ, പിന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ ആരും പള്ളിയിൽ പോയിട്ടില്ല. ഇത് ഞങ്ങൾ മദ്യപാനികളായ കഥയല്ല, ഞങ്ങളെല്ലാവരും തോപ്പൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ തോപ്പിൽ ജോപ്പന്റെ കഥയാ. വെറും കഥയല്ല, ജോപ്പന്റെ പ്രണയ കഥ. ഞങ്ങളുടെ തോപ്രാംകുടിയിലെ കബഡി ടീമിന്റെ സ്ഥാപകനും കബഡി ആചാര്യനുമായിരുന്നു പാപ്പിച്ചായൻ. പാപ്പിച്ചായന്റെ മാനസപുത്രനും തോപ്രാംകുടിയുടെ സ്റ്റാർ പ്ലെയറുമായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ചോപ്പൻ. ഞാനും അരവിന്ദനും മാത്തനും ചോപ്പന്റെയും പാപ്പിച്ചായന്റെയും കടുത്ത ആരാധകരായിരുന്നു. അവരുടെ തകർപ്പൻ പ്രകടനങ്ങളും വിജയങ്ങളും കണ്ട് ഞങ്ങൾ 3 പേരും അവരുടെ ടീമിലും ജീവിതത്തിലും അംഗങ്ങളായി മാറി. ആ വർഷം നെടുങ്കണ്ടത്ത് നടന്ന ഉലഹന്നാൻ കപ്പ് മടിച്ചുകൊണ്ട് ഞങ്ങളുടെ തോപ്രാംകുടി ടീം ജയിച്ചു വരുന്ന വകയിലാണ് ആദ്യമായി ജോപ്പൻ ആനിയെ കണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ പുതിയ എസ്റ്റേറ്റ് സൂപ്രണ്ടായി വന്ന കുര്യാക്കോസ് സാറിന്റെ മകളായിരുന്നു ആനി. എല്ലാ പ്രണയകഥയിലെയും പോലെ ആനിയെ കണ്ടപ്പോൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ ജോപ്പൻ ഫ്ലാറ്റായി. ആനിയെ വീഴ്ത്താൻ ജോപ്പൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അവൾ വീണില്ല. ജോപ്പന്റെ വിളി ആനി കേട്ടില്ലെങ്കിലും ഡിങ്കൻ കേട്ടു. നമ്മുടെ പഴയ ബാലമംഗലത്തിലെ ഡിങ്കൻ. ഡിങ്കൻ വായിച്ച് രസിച്ച ആനിയുടെ ആങ്ങള ജോജിമോൻ മരത്തിന്റെ മുകളിൽ നിന്നും ആവേശത്തോടെ വിളിച്ചുകൂവി, പക്ഷേ രക്ഷിക്കാൻ ഡിങ്കൻ വന്നില്ല. പകരം ജോപ്പൻ വന്നു. പൊന്നാങ്ങളയ്ക്ക് പരുക്കുപറ്റിയെന്ന് പറഞ്ഞ് ആനിയും അപ്പച്ചനും അമ്മച്ചിയും ആശുപത്രിയിലെത്തി. കൃത്യസമയത്ത് ജോജിമോനെ ജോപ്പനാണ് ഇവിടെ എത്തിച്ചതെന്ന് ഡോക്ടറിൽ നിന്ന് അവരറിഞ്ഞു. അങ്ങനെ ആദ്യമായി നമ്മുടെ ജോപ്പന് ആനി കടാക്ഷൻ ലഭിച്ചു. നാട്ടിൽ പാട്ടായ പ്രണയം വൈകാതെ വീട്ടിൽ ഉറഞ്ഞു. അഭിമാനിയും അല്ലേ വേണ്ട മഹാചൂടനുമായിട്ടുള്ള ചാണ്ടിച്ചൻ നാടകത്തിലെ വില്ലനെ പോലെ ജോപ്പന്റെ കവളിൽ ആഞ്ഞടിച്ചു. ആദ്യം സ്വന്തമായിട്ട് 10 കാശുണ്ടാക്കണം, എന്നിട്ട് പോയി പ്രേമിക്കേ. അപ്പന്റെ ചെലവിൽ നീ പ്രേമിക്കണ്ട, കാണും കേട്ടവൻ. സിനിമകളിലും ജീവിതത്തിലും ചില ക്ലീഷേ ഇങ്ങനെയാണ്. അഭിമാനിയായ തോപ്പിൽ ചാണ്ടിച്ചന്റെ മകൻ ജോപ്പൻ അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു. നാടുവിടാൻ, വലിയ പണക്കാരനായി തിരിച്ചു വരാൻ. പണമുണ്ടാക്കി താൻ തിരിച്ചു വരും, നീ കാത്തിരിക്കണം എന്ന് ആനിയോട് പറഞ്ഞ് ജോപ്പൻ വിദൂരതയിലേക്ക് നടന്നകന്നു. ജോപ്പനില്ലാത്ത ഞങ്ങളുടെ കബഡി ടീം സച്ചിനില്ലാത്ത ഇന്ത്യൻ ടീം പോലെയായി. നിരന്തരമായ തോൽവികൾക്കും വീഴ്ചകൾക്കും ഇടയിൽ ഞങ്ങൾ വളർന്നു. ജോപ്പിനു വേണ്ടിയുള്ള കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമിടയിൽ ആനിയും വളർന്നു. പെട്ടെന്നായിരുന്നു ആനിയുടെ അപ്പച്ചൻ കുര്യാക്കോസ് സാറിൻ്റെ മരണം. കുര്യാക്കോസ് സാറിൻ്റെ മരണം ആനിയെയും അമ്മച്ചിയെയും ജോജിമോനെയും അനാഥരാക്കി. അപ്പച്ചൻ്റെ മരണത്തോടുകൂടി ആരുമില്ലാണ്ടായ ആനിയെയും കുടുംബത്തെയും ആനിയുടെ അമ്മച്ചിയുടെ ആങ്ങളമാർ അവരുടെ നാടായ മേട്ടുപ്പാളയത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം ജോപ്പ, എന്നതാടാ ഇത്? നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ബോംബെയിലായിരുന്നു. അവിടെ എന്നായിരുന്നു പണി? വേഷം കണ്ട മനസ്സിലാവത്തില്ലടാ. ഇല്ല. സ്മഗ്ലിംഗ്, കള്ളക്കടത്ത്. അപ്പൊ ഈ പെട്ടിയിൽ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ രത്നങ്ങളൊക്കെ ആയിരിക്കുമല്ലേ? അല്ല, നോട്ടുകൾ, പച്ച നോട്ടുകൾ. എവിടെ എന്റെ ആനി? എവിടാ എന്റെ ആനി? ആനി?
എല്ലാരും വണ്ടിയിലോട്ട് കയറിയട്ടെ, നമുക്ക് പോവാം. എനിക്ക് എന്റെ ആനിയെ കാണണം. ആനിയെ കാണാൻ ഞങ്ങളെയും കൂട്ടി ജോപ്പൻ ഉടനെ മേട്ടുപ്പാളയത്തേക്ക് പുറപ്പെട്ടു. മേട്ടുപ്പാളയത്ത് ഞങ്ങളെയും കാത്തിരുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയായിരുന്നു. അന്ന് ആനിയുടെ മനസ്സമ്മതമായിരുന്നു. உனக்கு சம்மதமா? சம்மதம். ஆனி, இந்த பீட்டரை உன் வருங்கால கணவனா ஏத்துக்கிறதுல உனக்கு சம்மதமா? സമ്മതം. ആ മറുപടി കേട്ട് ജോപ്പൻ തകർന്നുപോയി. അന്നു മുതൽ ആനിയാൽ ഉപേക്ഷിക്കപ്പെട്ട ജോപ്പൻ മദ്യവുമായി പ്രണയത്തിലായി. എന്നാ പിന്നെ ബാക്കി കൂടി പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങ് പോകാമായിരുന്നു എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഒരു 2-2.25 മണിക്കൂർ ഞങ്ങളെ ഒന്ന് സഹിച്ചേക്കണേ പ്ലീസ്. കാരണം ഇത് ഞങ്ങളുടെ ജോപ്പന്റെ പ്രണയകഥയാ. അത് ഇങ്ങനെയാ, ഇങ്ങനെയേ പറയാൻ പറ്റൂ. അതുകൊണ്ടാ കർത്താവേ, ഇപ്രാവശ്യമെങ്കിലും ഒന്ന് ഓക്കെ ആക്കി തരണേ. ഇവിടെ ചരിഞ്ഞിരിക്കും, ഇപ്പൊ വരാം. അമ്മച്ചേ, കളിച്ചോണ്ടിരിക്കാതെ അതങ്ങോട്ട് എഴുതി തീർക്ക. സൂസമ്മോ. പൗലച്ചനോ? എന്റെ ആങ്ങളയ്ക്ക് പുതിയ ആലോചനയായിട്ട് ഇറങ്ങിയതാണോ? ഒരു ശ്രമം. സൂസമ്മ നോക്കിക്കോ, തോപ്പനെ കെട്ടിച്ചിട്ടേ ഞാൻ മരിക്കത്തുള്ളൂ. എന്നാ പിന്നെ ഞങ്ങള് മരിക്കാനേ പോകുന്നില്ല കേട്ടോ. മോൻ പഠിച്ച് വലുതായിട്ട് വാ. നിന്നെ ഞാൻ തന്നെ കെട്ടിക്കും. അമ്മച്ചി എവിടെ? ഞാനിവിടെ ഉണ്ടടാ. ആ എന്നതാ കാര്യം? അമ്മച്ചി, ഞാൻ ജോപ്പിന് പറ്റിയ 2-3 കേസ് കെട്ടുകളായിട്ടാ വന്നേക്കുന്നേ. ഇത് പഴയ പോലെ അല്ല, നല്ല കിടിലൻ കേസുകളാ. പെമ്പിള്ളേരെ ഫോട്ടോ കണ്ട തോപ്പനല്ല, തോപ്പന്റെ അപ്പം വരെ അവിടെ വീഴും. ഞാനൊരു പ്രാസോപ്പിച്ച് പറഞ്ഞ അമ്മച്ചി കണ്ട ഇരുന്നേന്നേ. എന്നിട്ട് ഈ പിള്ളേരുടെ ഫോട്ടോ ഒന്ന് കണ്ടേ. സൂസമ്മ, ഇങ്ങോട്ടേ. സിനിമാ നടിമാര് മാറി നിൽക്കും. ഒരേ ഒരു മോള്, കുന്നംകുളത്ത് പേര് കേട്ട കുടുംബം. പെണ്ണ് അഡ്വക്കേറ്റ് വേണ്ടേ? എന്നാ ഇത് നോക്കിക്കേ. നേരത്തെ പറഞ്ഞേക്കാളും 1-ാം തരം കുടുംബക്കാരാ. എടുത്തുവാ, പാലാക്കുന്നേക്കാരാ. അതെങ്ങനെയാ? ഏത് പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചാലും ആനിയുടെ അത്രയും പൊക്കമില്ല, ആനിയുടെ അത്ര മുടിയില്ലാന്നും പറഞ്ഞ് മുടക്കത്തില്ലേ തോപ്പൻ? എന്നാ ഇതൊന്ന് നോക്കിക്കേ. ഇത് നീ ഇതൊന്നും എന്നെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ജോപ്പൻ സമ്മതിക്കണ്ടേ? ആദ്യം അവനെ കൊണ്ടുപോയി കാണിക്കേ, എന്നിട്ട് നോക്കാൻ ബാക്കി. അതിന് ജോപ്പൻ എവിടെ? അവൻ കബഡി കളിക്കാൻ പോയി. ഇന്ന് ഫൈനൽ അല്ലേ? ഓ, ഫൈനല് നെടുങ്കണ്ടത്ത്. ദൈവമേ, ഇപ്പൊ വെച്ച് വിളിച്ചാൽ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ചെല്ലാം. അപ്പൊ ഞാൻ വന്നിട്ടാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫൈനൽ മത്സരം ആരംഭിക്കുക. നെടുങ്കണ്ടത്തിന്റെ മണൽത്തരികളെ പോലും രോമാഞ്ചമണിയിച്ചുകൊണ്ട് 44ാമത് ഉലഹന്നാൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി കബഡി മത്സരത്തിന്റെ ഫൈനൽ മത്സരം വാഗ്ദാനത്തിന്റെ സ്വന്തം അവറാച്ചൻ മുതലാളി, ആ കാര്യം ഞങ്ങൾക്ക് കിട്ടേര്. ഇനി ഒരിക്കലും പരസഹായം ഇല്ലാതെ ആ ജോപ്പന് കക്കൂസി പോലും പോകാൻ പറ്റില്ല. ആ അമ്മാതിരി പൂട്ടി ഞങ്ങൾ പൂട്ടും.